നാളെ വരും. അവൾക്ക് സമയം ഒഴിവുണ്ടായിരുന്നെങ്കിൽ അവൾ വന്നേനെ. അവൾ വന്നേനെ, പക്ഷെ അവൾക്ക് അസുഖമായിരുന്നു. കുറച്ച് സിമിലർ ആയിട്ടുള്ള സെന്റൻസസ് ആണ്. ഈ സെന്റൻസസിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. അവൾ നാളെ വരും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. വരിക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? വരിക എന്നുള്ളതിന് കം എന്നാ പറയാ. കം. അവൾ ഷീ. അവൾ വരും എന്നുള്ളതിന് എന്താ പറയാ? ഷീ വിൽ കം എന്നാ പറയാ. ഷീ വിൽ കം. എപ്പോ? നാളെ. ഷീ വിൽ കം ടുമോറോ. അവൾക്ക് സമയം ഒഴിവുണ്ടായിരുന്നെങ്കിൽ അവൾ വന്നേനെ. ഈ ഒരു സെന്റൻസിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അവൾ വന്നേനെ എന്നുള്ളതിന് ഷീ വുഡ് കം എന്നാ പറയാ. ഷീ വുഡ് കം. ഇഫ് എപ്പോ? അവൾക്ക് സമയം ഒഴിവുണ്ടായിരുന്നെങ്കിൽ. ഇഫ് ഷീ വാസ് ഫ്രീ. ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അവൾ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇമാജിനറി ആണ്. അവൾക്ക് സമയം ഒഴിവുണ്ടായിരുന്നെങ്കിൽ അവൾ വന്നേനെ എന്നാണ് പറയുന്നത്. ഷീ വുഡ് കം ഇഫ് ഷീ വാസ് ഫ്രീ. അവൾ വന്നേനെ, പക്ഷെ അവൾക്ക് അസുഖമായിരുന്നു. അവൾ വന്നേനെ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഇത് പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണ്. ഷീ വുഡ് ഹാവ് കം എന്നാ പറയാ. ഷീ വുഡ് ഹാവ് കം. അവൾ വന്നേനെ, പക്ഷെ ബട്ട് അവൾക്ക് എന്തായിരുന്നു? അവൾക്ക് അസുഖമായിരുന്നു. ഷീ വാസ് സിക്ക്. അവൾ നാളെ വരും. ഷീ വിൽ കം ടുമോറോ. അവൾക്ക് സമയം ഒഴിവുണ്ടായിരുന്നെങ്കിൽ അവൾ വന്നേനെ. ഷീ വുഡ് കം ഇഫ് ഷീ വാസ് ഫ്രീ. അവൾ വന്നേനെ, പക്ഷെ അവൾക്ക് അസുഖമായിരുന്നു. ഷീ വുഡ് ഹാവ് കം ബട്ട് ഷീ വാസ് സിക്ക്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിലും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.